കൂട്ടുകാരെ, ഈ ക്ലാസ്സിൽ നമ്മൾ കോപം നിയന്ത്രിക്കാൻ പഠിച്ചു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് എല്ലായ്പ്പോഴും സാധ്യമാണോ? അല്ല. നമ്മളിൽ ചിലർക്കെങ്കിലും പലപ്പോഴും ഗെയിം കളിക്കുമ്പോൾ ഒന്ന് തോറ്റുപോയാൽ അത് അൺഫെയർ ആണെന്ന് തോന്നും. കൂട്ടുകാർ ഒന്ന് കളിയാക്കിയാൽ അത് ശരിയല്ല എന്ന് തോന്നും. എന്തിനേറെ വീട്ടിൽ ഒന്ന് വഴക്ക് പറഞ്ഞാൽ എന്തിന് എപ്പോഴും എന്നെ തന്നെ പറയുന്നു എന്ന് തോന്നും. നാം ഇപ്പോൾ അവിടെ എന്താണ് ചിന്തിക്കുന്നത്? അവർ നമ്മളോട് പറയുന്നത് തെറ്റാണ്, അവർക്കാണ് കോപം വരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഉള്ളിലും കോപമുണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ചെറിയ സത്യം പറയട്ടെ, കോപം വരുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ കോപിക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇതിന് നമുക്ക് സഹായിക്കുന്ന ഒരു മാർഗം നമുക്ക് നോക്കാം. സ്റ്റോപ്പ്, തിങ്ക്, പ്രേ ആൻഡ് ഗോ. ഇത് വളരെ സിമ്പിൾ ആണ്, ബട്ട് വളരെ പവർഫുൾ ആണ്. സ്റ്റോപ്പ് എന്നാൽ ഒരു നിമിഷം നിർത്തുക, ഉടൻ പ്രതികരിക്കാതെ ഒരു 5 സെക്കൻഡ് കാത്തിരിക്കാം. രണ്ടാമതായി ചിന്തിക്കുക, തിങ്ക്. ഞാനിപ്പോൾ പറയുന്നത് ശരിയാണോ? ഇത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായി പ്രേ, പ്രാർത്ഥിക്കുക. ദൈവമേ, ഒന്ന് ശാന്തമാകാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒന്ന് മനസ്സിലെങ്കിലും നമുക്ക് ഉരുവിടാം. അടുത്തതായി ഗോ, മാറി നിൽക്കാം. കുറച്ച് സമയം മാറി നിൽക്കാം, ഒരു ബ്രേക്ക് എടുക്കാം, വെള്ളം കുടിക്കാം, സൈലന്റ് ആയിരിക്കാം. അങ്ങനെ കൂട്ടുകാരെ, ഈ ചെറിയ മാർഗം നമ്മെ നമ്മുടെ ജീവിതത്തിൽ തിരുവചനം നടപ്പാക്കാൻ സഹായിക്കും. എന്നാൽ ഇത് എപ്പോഴും സാധ്യമാണോ? അല്ല. ചിലപ്പോൾ നമുക്ക് വീണ്ടും കോപം വരാം. പക്ഷെ പ്രശ്നമില്ല, അതും ഒരു തെറ്റല്ല. എന്നാൽ അടുത്ത തവണ കുറച്ചുകൂടി ബെറ്റർ ആവാൻ ശ്രമിക്കാം. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ മാറാൻ തുടങ്ങും. ഒരു കാര്യം, കുമ്പസാരം എന്തിനാണ്? നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനുള്ളതല്ല, പക്ഷെ നമുക്ക് മാറാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ കുമ്പസാരം നമുക്ക് ഒരുക്കി തരുന്നത്. അതുകൊണ്ട് കോപം വന്നാലും തെറ്റ് പറ്റിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മാറാൻ എന്നെ സഹായിക്കണമേ എന്ന്. കൂട്ടുകാരെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം, ഒരുമിച്ച് പതുക്കെ നല്ല കുട്ടികളായി നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കോപം വരുന്ന സമയത്ത് ശാന്തത തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പനിമിഷം ഒന്ന് നിർത്തി ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കട്ടെ. അങ്ങനെ മെല്ലെ മെല്ലെ മാറാൻ ഞങ്ങളെ നയിക്കണമേ. ആമീൻ.